ஊனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு ஊனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ESPയുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സ്റ്റോറി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. പിന്നെ വേറെന്താ? അപ്പോൾ ഒന്നുമില്ല, നമുക്ക് വേറെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. കൂടെ കാണില്ലേ അതോ അമ്മ അച്ഛൻ അനുജത്തി എന്നൊക്കെ പറഞ്ഞ് പിൻവാങ്ങുമോ? എനിക്ക് അങ്ങനൊരു പേടി ഇല്ലാതില്ല. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ മനസ്സിന് വിശ്വാസമില്ലാതെ. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് ആദ്യയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയല്ല, ഒരു വീട്ടിൽ ഒരുമിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഡാ, എന്തായി? ആദ്യം എന്ത് പറയുന്നു? ആദ്യം ഓക്കെയാണോടാ, പക്ഷെ ഞാൻ അമ്മ പറ്റിച്ച പണിയെക്കുറിച്ച് ആലോചിക്കുന്നത്. നീ ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലേ? നിന്റെ ചേച്ചി പറഞ്ഞാണില്ലേ? പറഞ്ഞിരിക്കോടാ. അമ്മയുടെ വർത്താനം കേട്ടിട്ട് ചേച്ചിയെല്ലാം പറഞ്ഞു കേട്ടാ, പക്ഷെ അമ്മയാ അടങ്ങാത്തത്. നീ ഇനി എന്താ ചെയ്യാൻ പോവാ? അമ്മ ഇതിന് എങ്ങനെ പിന്തിരിപ്പിക്കും? എനിക്കറിയില്ലടാ. നിന്റെ ചേട്ടനെ വിട്ട് പറയിപ്പിച്ചാലോ? ചേട്ടൻ പറഞ്ഞാൽ കൺവിൻസ് ആകുമെന്നല്ലേ നീ എന്ന് പറഞ്ഞേ? അതെ, പക്ഷെ എനിക്കിപ്പോൾ സംശയം ചേട്ടനും ഇതിൻ്റെ ഭാഗമാണെന്ന്. കാരണം ചേട്ടൻ പറഞ്ഞ ഐഡിയയും കേട്ട് ഇറങ്ങിയിട്ട് ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യൂടാ? എല്ലാ സത്യങ്ങളും അമ്മയോട് പറഞ്ഞാലോ? ഏത് നിൻ്റെയും യാതൊൻ്റെയും കാര്യം എന്നായാലും അവരറിയേണ്ടതല്ലേ? പക്ഷെ പറഞ്ഞാൽ അമ്മയുടെ റിയാക്ഷൻ, അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. അവരോട് എന്തായാലും നിനക്കിത് പറയണം. അതിപ്പോൾ ആയാലും എന്താ കുഴപ്പം? എന്നിട്ട് കൂട്ടത്തിൽ കെട്ടുന്നെങ്കിൽ ഞാൻ അവളെ കെട്ടുള്ളൂ എന്നും കൂടി പറഞ്ഞേക്ക്. ഇങ്ങനെ കലാപാഹ്വാനമൊന്നും ഇല്ലാതെ വേറെന്തെങ്കിലും വഴിയില്ലടാ. കാരണം എനിക്ക് ഈ വിവാഹം മുടങ്ങിയാൽ മതി. ആജുവിൻ്റെ കാര്യം ഇപ്പോൾ വീട്ടിൽ പറയണമെന്നില്ല. പറഞ്ഞാൽ പിന്നെ അമ്മ ധൃതി കൂട്ടും. കാരണം ആജുവിൻ്റെ കാര്യം അമ്മ സമ്മതിക്കില്ലടാ. രണ്ടാം ഘട്ട കാര്യമാണെന്നുള്ളത് പിന്നെ അംഗീകരിച്ചാലും അവൾക്ക് അമ്മയാകാൻ കഴിയില്ല എന്നുള്ളത് ഒട്ടും അമ്മ അംഗീകരിക്കില്ല. എന്താ? അമ്മയാവാൻ കഴിയില്ലേ? ഇല്ല. ഇതവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അതോ ഇപ്പൊ പറഞ്ഞതാണോ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ സമ്മതിച്ചതാണോ? സത്യത്തിൽ ഇക്കാര്യം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അറിയിക്കാൻ താല്പര്യമില്ല ചേട്ടാ. എനിക്ക് ഒരുപക്ഷെ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി പലരുടെയും അനുവാദം വേണ്ടി വരും. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ആകണോ വേണ്ടേ എന്നുള്ളത് എന്നെ എവിടെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ആരെയും അറിയിക്കേണ്ടെന്ന് മനഃപൂർവ്വം വിചാരിച്ചതാ.
സത്യത്തിൽ ഇങ്ങനൊരു കാര്യം ഉള്ളതുപോലും ഞാൻ അവളെ മറന്നുപോയിരുന്നു. അത് തന്നെയായിരുന്നു എനിക്കും ആവശ്യം. അവൾക്കിതൊരു വലിയ കുറവായിട്ടാണ് തോന്നിയിരുന്നത്. ആ തോന്നൽ അവൾക്ക് ഇല്ലാതാവണമെങ്കിൽ ഇങ്ങനൊരു കാര്യം തന്നെ അവൾ ഓർക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിനുള്ള അവസരം ഞാൻ കൊടുക്കാൻ പാടില്ല. അക്കാര്യത്തിൽ ഞാൻ ഈ നിമിഷം വരെ വിജയിച്ചു. എനിക്ക് അവളെ മാത്രം മതിയിട, അന്നും ഇന്നും. അവളെ കൂടാതെ എന്തെങ്കിലും കിട്ടണമെന്നും ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അതിപ്പോൾ പൊന്നും പണവും ആയാലും ശരി, ഒരു കുഞ്ഞായാലും ശരി. നിനക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നേ? സത്യത്തിൽ നീ ആദ്യമായിട്ട് എന്നോട് എനിക്ക് ഈ ടീച്ചർ കുട്ടീനെ മതിയെന്ന് പറഞ്ഞ ദിവസമില്ലേ, അന്ന് ഞാൻ കരുതിയത് നീ ഇത് വെറുതെ പറയുന്നതാന്നാ. ആ ഒരു വാക്കിന് ഇത്രയും കനമുണ്ടാവും ഞാൻ വിചാരിച്ചേ ഇല്ലടാ. നിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതിന് സോറി. പോടാ. സോറി ചോദിച്ച് നീ ഓവറാക്കി ചളവാക്കണ്ട. നീ ഇപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനൊരു വഴി പറഞ്ഞതാ. ഇതവൻ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആദ്യയുടെ ഫോൺ റിങ് ചെയ്തു. അമ്മയാ, എടുക്ക്. ഹലോ അമ്മ, എന്താ? ഇല്ല, തിരക്കുണ്ട്. എന്തായാലും പറഞ്ഞോ. ജാതകോ? ആരുടെ ജാതകം? ഓ, അപ്പൊ അവിടം വരെ എത്തി. അപ്പൊ എന്റെ വിവാഹത്തിന് എന്റെ ഇഷ്ടത്തിനൊരു വിലയില്ലേ? എനിക്കറിയില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ ഒരു കാര്യം, ഇതിനൊക്കെ എന്റെ കൂട്ടുണ്ടാകുമെന്ന് വിചാരിക്കണ്ട. അതിപ്പോ നിങ്ങൾ ഈ ആലോചന മണ്ഡപം വരെ കൊണ്ടെത്തിച്ചാലും ശരി എന്ന് പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു. എന്താടാ? അവര് ജാതകം കൈമാറുന്നവരെ എത്തിയടാ. അവളുടെ ജാതകം വാങ്ങിക്കൊണ്ട് കൊടുക്കണം പോലും. ജാതകോ? ആ, പൊരുത്തം നോക്കാനായിരിക്കും. നമുക്കൊരു വഴിയുണ്ട്. എന്താടാ? നമുക്ക് ജാതകവും വാങ്ങിക്കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് തന്നെ ജാതകം നോക്കിയും കൊടുക്കാം. എങ്ങനെ? എടാ, എൻ്റെ അടുത്തൊരു പ്ലാനുണ്ട്. അത് നടന്നാൽ പിന്നെ ഈ പ്രപ്പോസൽ ഭൂം. ആ, നീ ധൈര്യമായിട്ടിരിക്കടാ, നമ്മളെ വിവാഹം കലക്കും. ചേച്ചി എന്നോട് ഈ ചതി കാണിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ചേട്ടനുണ്ടോ അവിടെ? ആ, ഉണ്ടടാ. എല്ലാം ഒപ്പിച്ചിട്ട് ഒളിച്ചിരിക്കുമായിരിക്കും അല്ലേ? ഇല്ലടാ, ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ആ ടോപ്പിക്ക് വിട്ടതാ. പക്ഷേ അവിടുത്തെ ആ ചേച്ചിയില്ലേ ഈ ആലോചന കൊണ്ടുവന്ന് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവസാനം ഗതികെട്ട് അമ്മയുടെ നമ്പർ കൊടുത്തു. അവിടെയാടാ പാളിയെ. അവരമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ അങ്ങ് സമ്മതിച്ചു. ചേച്ചി, ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ്. നിങ്ങൾ അത് വെച്ചാൽ കളിക്കുന്നേ. എടാ, നീ ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ വേണ്ടി എന്താ സംഭവിച്ചേ? ആ പെണ്ണ് അത്രയ്ക്ക് മോശമാണോ? ചേച്ചി, അങ്ങനെയല്ല. ചേച്ചിക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എടാ, നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? എനിക്കത് പറയേ, നമുക്കത് നോക്കാം. ആ, നോക്കി വെച്ചിട്ടുണ്ട്. ആരെയാ? ആ പെണ്ണിന്റെ ചേച്ചിയെ. പോടാ അങ്ങോട്ട്, ഒരു തമാശ പറയാതെ. ചേച്ചിക്ക് ആ പെണ്ണിന്റെ ചേച്ചി ആരാണെന്നറിയാമോ? ഇല്ല. അന്ന് പോയിട്ട് കാണാൻ പറ്റില്ലല്ലോ. നന്നായി. ശരി, ഞാൻ ഇപ്പൊ വിളിച്ചെന്തിനാണെന്നറിയാമോ? ഇല്ല, പറയും. അമ്മ എന്നോട് നാളെ ജാതകം വാങ്ങാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിരിക്കോ? ആഹാ. ആ, ചേച്ചി വരുന്നുണ്ടോ? ഏയ്, അതിന് ഒരാൾ മതിയടാ. ആ, പക്ഷെ ഞാൻ കരുതി നാളെ തന്നെ ജാതകം കണിയാനെ ഏൽപ്പിക്കാന്നാ. ആണോ? അപ്പൊ നാളെ തന്നെ നോക്കാൻ പോവാണോ? ആ ആ, എങ്കിൽ നോക്കാടാ, ഞാൻ വരാം. ആ, ഓക്കെ. അപ്പൊ ശരിയടാ. ആ, സായുവിൻ്റെ എനക്കൊന്നുമില്ല. അവൾ പപ്പയുടെ അടുത്താ, അങ്ങ് ഹാളിൽ. ഞാൻ റൂമിലാണ് നിൽക്കുന്നേ. കൊടുക്കണോ? ആ, വേണ്ട. ചേച്ചി വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആ, ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൻ ആ കോൾ കട്ടാക്കിയിട്ട് അടുത്ത കോൾ വിളിച്ചു. എന്തായിടാ? ആ, ചേച്ചിയെ പറഞ്ഞ സെറ്റാക്കി. നാളെ വരുമോ? ആ. ഡാ, ഇത് നടക്കൂലല്ലേ? നീ ധൈര്യമായിട്ടിരിക്കടാ. അല്ല, എപ്പോ വരണം നാളെ? വൈകുന്നേരം മതി. ആ, നീ ഉച്ചവരെ ഷോപ്പിൽ വാ. ആ, ശരിയടാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഇന്ന് ജാതകം കൈമാറുമല്ലേ? ആദ്യമാണോ വാങ്ങാൻ വരുന്നേ? ആ, അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ. ഇനി ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോന്നേ? ഇത് കഴിഞ്ഞാൽ പിന്നെ മോതിരം മാറ്റും അല്ലേ? ആ, ഇനി ഇത് കഴിഞ്ഞാൽ കയ്യിലൊരു പ്ലാനുണ്ട്. വർക്കായാൽ ഈ പ്രശ്നം ഇന്നത്തോടെ അവസാനിക്കും. എന്താ പ്ലാൻ? ഒരു കുമ്പിടിയെ വെച്ചൊരു കള്ളക്കളി കളിക്കാൻ പോവുക. എന്നുവെച്ചാ ചുമ്മാ ജാതകം നോക്കി ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ 3-ന്റെ അന്ന് പെണ്ണ് വിധവയാവുമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഷോ, അത്രയ്ക്ക് വേണോ? വെറുതെ കള്ളം പറയാനല്ലേ? എന്നാലും അങ്ങനൊന്നും പറയണ്ടാതെ. വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? എനിക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങിയാൽ മതി. അതിന് പൊരുത്തമില്ലെന്ന് പറഞ്ഞാൽ പോരെ? ആ, നോക്കാം. പക്ഷെ എനിക്കതല്ല സംശയം, ഈ പ്ലാൻ നടക്കുമോ? ചേച്ചിയും അമ്മയൊക്കെ വിശ്വസിക്കുമോ? അമ്മ വിശ്വസിക്കും. അമ്മയ്ക്ക് ദൈവത്തെക്കാൾ വിശ്വാസമാണ് ജ്യോത്സ്യന്മാരെ. ഈ പ്ലാൻ വർക്കൗട്ടായ പിന്നെ ഒന്നും പേടിക്കണ്ട. അമ്മ തന്നെ ഇത് വേണ്ടാന്ന് വയ്ക്കും. അത് കഴിഞ്ഞ കുറച്ച് നാളത്തേക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ വീണ്ടും എന്തെങ്കിലും വള്ളിക്കെട്ട് വന്നാൽ മാത്രം നോക്കിയാൽ മതി. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായല്ലേ? എന്നാലും എത്രയെന്ന് വെച്ചാ ആദ്യം ഇങ്ങനെ മാനേജ് ചെയ്യാം. എത്ര ആലോചന ഇങ്ങനെ തട്ടിക്കളയും? എത്രയെന്ന് പറഞ്ഞ് വീട്ടിൽ പിടിച്ചു നിൽക്കും? ഞാൻ കാരണം ആദ്യക്ക് വലിയ കീറാമുട്ടിയായി. എനിക്ക് വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നേ? എന്താന്നും മിണ്ടാത്തെ? അല്ല, നീ പറഞ്ഞു തരട്ടെ എന്ന് കരുതി. അല്ലാതെ എത്ര നേരം മനസ്സിലാവില്ലല്ലോ, ശീലായി പോയില്ലേ? ദേ, എന്നെക്കാൾ ഒരു 6 മാസത്തിന് മൂത്തതായി പോയി. അതുകൊണ്ടായി ഈ റെസ്പെക്ട് തൊട്ട് സംസാരിക്കാത്തെ. ഇല്ലേ താനിപ്പോ എന്റെ വായിൽ നല്ല പുളിച്ചത് കേട്ടാനായിരുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ചുമ്മാ നെഗറ്റീവ് അടി. ഇതാ നോക്ക്, ഞാനീ ചെയ്യുന്നതൊന്നും തനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടും അല്ല. നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് ജീവിക്കണ്ടേ ഒരുമിച്ച് ഒരു വീട്ടിൽ? അപ്പൊ അതിനു വേണ്ടി ഇത്ര റിസ്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. എത്ര റിസ്ക് എടുക്കാനും ഞാനും തയ്യാറാണ്. പക്ഷെ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ടീച്ചർ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതാ ഇപ്പോൾ ഉള്ളതുപോലെ. തനിക്കറിയോ, ഇത്രയൊക്കെ പ്രശ്നം വന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുന്നതെന്ന്? ആദ്യം എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടാണ്. ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. ഞാൻ ഉണ്ടാകും ആദ്യം. എനിക്ക് ആദ്യം മറ്റാരെക്കാളും വിശ്വാസമാണ്. ആദ്യം എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഞാൻ മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. ഇനി അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യും ചുണ്ടൊന്നും വെറുതെ ഇരിക്കില്ല. कह सके तुम जो ना कह सके हम, जो ना कह सके तुम, जो ना कह सके हम, कहने लगी दोनों से वो कहने लगी दोनों से वो खामोशियाँ।
അതെൻ്റെ വീക്ക് പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഏത്? അതിൻ്റെ കഴുത്ത്. ഒരു കാര്യം അറിയോ? ഞാനന്ന് കിസ് ചെയ്തതെല്ലാം എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് എത്തിയപ്പോഴാണ് ആ ചക്കൻ കല ഉടച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്താ? വേറൊന്നുമില്ല, ജസ്റ്റ് എ ക്യൂരിയോസിറ്റി. ഞാനന്ന് പറഞ്ഞില്ലേ എനിക്ക് അതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വൈൽഡായിട്ടുള്ള തോട്ട്സാണ് വരാറെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലുള്ള തോട്ട്സ് അതിന് വരാറുണ്ടോ? എന്നെക്കുറിച്ച് അതും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. ക്യൂരിയോസിറ്റിയുടെ പുറത്താണെങ്കിൽ പോലും ഇങ്ങനെ ചോദിക്കരുതായിരുന്നു ആദ്യം. അല്ലടോ, താൻ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വേറെ ഉദ്ദേശത്തോടൊന്നും അല്ല ചോദിച്ചത്. അങ്ങനല്ല ആദ്യം ഇങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ല. എന്താ? കാരണം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ഓക്കെ, മനസ്സിലായി.